ഹായ് ഗുഡ് മോർണിംഗ്. ഇന്നത്തെ മോർണിംഗ് വൈബും നല്ല ഭംഗിയുള്ള ഒരു ബിഗോണിയോടൊപ്പമാണ്. ഈ ബിഗോണിയ നമ്മുടെ ചാനലിൽ ഒരുപാട് ആളുകൾ കണ്ടതാണ്. അന്ന് നമ്മൾ ഇത് എവിടെയാണ് എന്താണെന്നൊന്നും പറഞ്ഞിരുന്നില്ല. നമ്മൾ ചെയ്തിരുന്നത് ഇതിൻ്റെ ഒരു ചെറിയ റീലായിരുന്നു. പക്ഷെ ഒരുപാട് ആളുകൾ അത് കാണുകയും അത് എവിടെയാണ് എന്താണ് ഇതിൻ്റെ കെയറിങ് കാര്യങ്ങളൊക്കെ ചോദിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇത് വേറെ എവിടെയല്ല, കോഴിക്കോട് ജില്ലയിൽ കോടഞ്ചേരിക്കടുത്ത് മുറമ്പാത്തി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് മലയക്കുന്നേൽ സണ്ണിച്ചേട്ടൻ്റെയും ടെൻസി ചേച്ചീൻ്റെയും വീടാണ്. ഇതാണ് കേട്ടോ ഈ ചെടിയുടെ യഥാർത്ഥ ഓണേഴ്സ്. ഹായ് ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒത്തിരി കാലം മുമ്പ് അറിയുന്നതാണ്, അല്ലെങ്കിൽ ഒരുപാട് പ്രാവശ്യം വന്നൊരു വീടാണ്. വന്ന സമയത്തൊന്നും മോൻ അധികം ഉണ്ടായിട്ടില്ല, അമ്മയും ഡാഡിയാണ് ഉണ്ടായിരുന്നത്. ഡാഡിയുടെ പേര് സണ്ണി, മോൻ്റെ പേര് എബിൻ. നമ്മുടെ പേര് പറഞ്ഞു ടെൻസി, അതായത് 10 സീല് പഠിച്ച ആളാണ്. അതിന്റെ വീഡിയോ കണ്ടിരുന്നോ നമ്മൾ ഇട്ടത്? കണ്ടിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വന്ന കമന്റ് ആണ് ഇത് എവിടെയാണ്. ഇത് പപ്പയുടെ ഫ്രണ്ടിന്റെ ഒരു വീട്ടിൽ നിന്ന് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തൈ കൊണ്ടുവന്ന് നട്ടതാണ്. എന്നിട്ട് അതിൽ നിന്ന് വേറെ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് കൂടെ പറ. അതിന്റെ ആദ്യം ഞാൻ ഇതിന്റെ തൈ എടുത്ത് ഇതിന്റെ സൈഡിൽ നിന്ന് ഒരു തൈ എടുത്താണ് വേറെ. പിന്നെ ഷനില് എന്ന് പറഞ്ഞ് ഇതിന്റെ ഇല കുഴിച്ചിട്ടാൽ മുളയ്ക്കും എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തു. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞാനൊരു ഇല എന്റെ സ്വന്തം ഐഡിയക്ക് ഞാനിവിടെ കുഴിച്ചിട്ട് പോയിരുന്നു. അത് നിലവില് ഇവിടെ എന്തായി നോക്കട്ടെ, ഒരു മിനിറ്റ് അവിടെ തന്നെ ഇരുന്നോ, ഞാൻ വന്നോളാം. ഇതാ സംഭവം സെറ്റാണ് കേട്ടോ. അപ്പോൾ തൈയിൽ നിന്നല്ല ഇലയിൽ നിന്ന് ഉണ്ടാക്കാന്നുള്ളത് പറഞ്ഞു തന്നത് ാണ്. അപ്പോൾ എന്തായാലും ഒരാൾക്കെങ്കിലും അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കാം. മറ്റേ ഒരുപാട് പേർക്ക് അറിയുന്ന ബിഗോണിയ നിലവിൽ ഇത് ലീഫ് വെച്ചാൽ പിടിക്കുന്നുള്ളത് ഒരുപാട് പേർക്ക് അറിയാം. ഈ ലീഫിൽ സെറ്റ് ചെയ്യാന്നൊക്കെ ഗ്രീൻ ഹെവൻ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു, അതേപോലെയൊക്കെ ചെയ്തു. പക്ഷെ അവർ ചെയ്തത് നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ഇതെന്ത് പോട്ടാ? ഇത് പപ്പയ്ക്ക് കാറ്ററിംഗ് ആണല്ലോ. അപ്പം അവിടുത്തെ നെയ്യിന്റെ ബിരിയാണി ഉണ്ടാക്കാൻ നെയ്യുടെ അതിട്ട് അതിന്റെ ഹോൾസ് എങ്ങനെ ഇടും? അപ്പോൾ ഇത് നമ്മൾ പപ്പടക്കമ്പി വെച്ച് ചൂടാക്കിയിട്ട് അടിയിൽ ഹോൾസ് ഇടും. എന്തായാലും നല്ല സൂപ്പർ ഒരു പോട്ട്. കാരണം സ്ക്വയർ വൈറ്റ് പോട്ട് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ്. കാരണം ഇത്തരം പ്ലാന്റുകളല്ല, ഏത് പ്ലാന്റും വൈറ്റ് പോട്ടിലിരിക്കുമ്പോൾ കാണാനൊരു ഭംഗിയാണ്. ഇനി ഒറ്റൊരു റിക്വസ്റ്റും കൂടെ ഉള്ളൂ, തീർച്ചയായിട്ടും ആ സ്റ്റിക്കർ പറിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വൈറ്റ് പോട്ട് കിട്ടും. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആ സ്റ്റിക്കർ പറിച്ച് നല്ല വൈറ്റ് പോട്ടിലിരിക്കണം. ഓക്കെ. കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷമൊക്കെ ഫ്ലവർ മാത്രം ഇട്ട് ഞെട്ടിച്ച അതേ ലൈറ്റ് ബൾബ്, വൈറ്റ് ഗ്ലോറി എന്ന് പറയും, വെള്ളക്കൊന്ന എന്ന് പറയും. നമ്മുടെ ഇവിടെ ഡിസംബർ മുല്ല എന്നാണ് പറയുന്നത്. ഡിസംബർ മുല്ല. പിന്നെ ഇത്രയും ചെടികളും ഇതൊക്കെ അല്ല ഉള്ളത്. ഈ മോനായിട്ട് ഇദ്ദേഹം മാത്രമല്ല ഉള്ളത്, ബാക്കി ആരൊക്കെ ഉള്ളത്? 2 ചേച്ചിമാരാണുള്ളത്. അവരുടെ പേര് അവരൊക്കെ ഫാദറിന് കാറ്ററിംഗ് ആണ്. കാറ്ററിംഗ് എന്താ അതിന്റെ പേരെന്താ? KS കാറ്ററിംഗ്, ഈങ്ങാപ്പുഴ, കോടഞ്ചേരി. ഇത് ഫ്ലവർ ആവുന്നേ ഉള്ളൂ, സ്റ്റാർട്ടിംഗ് ആവുന്നുള്ളൂ, ആയി വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ഒരു ഞെട്ടിക്കൽ സംഭവം തരാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. ഡിസംബർ ആണ്, ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ഫ്ലവർ. ഒരു വരവ് കൂടെ വരേണ്ടി വരും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.